ഒരൊറ്റ രാത്രി കൊണ്ട് വെയിറ്റിംഗ് ഷെഡ് അപ്രത്യക്ഷമായതോടെ വിവാദങ്ങൾക്ക് വഴിതിരിച്ച കുറവലങ്ങാട് വനിതാ ഉൽപാദന വിപണന കേന്ദ്രത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. 9,70,000 രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് വനിതാ ഉൽപാദന വിപണന കേന്ദ്രത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്ത് നിലനിന്നിരുന്ന വെയിറ്റിംഗ് ഷെഡ് രാഖിരാമാനം എടുത്തുമാറ്റിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കലടക്കമുള്ള സമര പരിപാടികളുമായി വലത് യുവജന സംഘടനകൾ പരസ്യമായി രംഗത്ത് എത്തുകയും നേരിയ കയ്യാങ്കളിയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ഇടത് വലത് യുവജന സംഘടനകൾ തമ്മിൽ തെരുവിൽ നേരിയ യുദ്ധത്തിന് പോലും അവസരം തെളിച്ച സംഭവത്തിന്റെ തുറക്കഥയായാണ് ഇപ്പോൾ വികസനം ഒരു ഘട്ടം പൂർത്തീകരിക്കപ്പെടുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് വികസന നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന സാമ്പത്തിക വർഷം 10.5 ലക്ഷത്തോളം രൂപ വകയിരുത്തി കെട്ടിടത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. വനിതാ ഉൽപാദന വിപണന കേന്ദ്രത്തിനൊപ്പം കക്കൂസുകളടക്കം ക്രമീകരിക്കുന്നതോടെ ഇവിടെ നിന്ന് പൊളിച്ചുമാറ്റിയ കക്കൂസുകളുടെ അഭാവം പരിഹരിക്കുവാനും കഴിയുമെന്നാണ് വിലയിരുത്തലുകൾ ഉയർന്നിട്ടുള്ളത്. മാസങ്ങൾക്കുള്ളിൽ തന്നെ വനിതാ ഉൽപാദന വിപണന കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാവുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിടുന്നത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ പഞ്ചായത്ത് അംഗം കെ ശശികുമാർ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. കേന്ദ്രത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. വൈക്കം റോഡിലെ നേരത്തെ കമ്പർ സ്റ്റേഷൻ നിലനിന്നിരുന്ന സ്ഥലത്ത് 3 നില കെട്ടിടങ്ങളിലായിട്ടാണ് വനിതാ ഉൽപാദന വിപണന കേന്ദ്രത്തിൻ്റെ നിർമ്മാണം വിഭാവനം ചെയ്യുന്നത്. ആദ്യഘട്ടം എന്നുള്ള രൂപത്തിൽ താഴത്തെ നിലയിലെ വനിതാ ഉൽപാദന വിപണന കേന്ദ്രത്തിൻ്റെ മുറികളും അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ട് 4 കക്കൂസുകളും കൂടെ തീർത്തുകൊണ്ടാണ് ആ കെട്ടിടം ഇപ്പോൾ നിർമ്മിക്കുന്നത്. അത് 2011-12 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയാണ് 9,70,000. 12-13 10.5 ലക്ഷം രൂപ വീണ്ടും അതിന് നീക്കി വെച്ചുകൊണ്ട് അതിൻ്റെ ഒന്നാം നിലയുടെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്യുന്നു. ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി ശുചിത്വ മേഖലയിലെ വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായ ശുചിത്വ സൗകര്യങ്ങളും ഒപ്പം തന്നെ ഉൽപാദന രംഗത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപാദന മേഖലയിൽ ഏർപ്പെടുന്ന വനിതകൾക്ക് അവരുടെ വസ്തുക്കൾ അവിടെ വിപണനം ചെയ്യുന്നതിനും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം സഹായകരമാകും. അതിനുവേണ്ടി എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു.